ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. അപ്പം ശിവഗിരി തീർത്ഥാടനത്തിന് പോവുകയാണ്. എല്ലാ വർഷവും പോകുന്നതാണ് കേട്ടോ. അപ്പം എല്ലാ വർഷവും ഡിസംബർ 30, 31, 1, ജനുവരി 1 ആ ഒരു സമയത്തൊക്കെയാണ് അവിടെ തീർത്ഥാടനം. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എരുമേലിയാണ് കേട്ടോ. ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്ക് കാണേണ്ടതാണ്. പക്ഷേ ഇപ്പം നട ഒരു 2-3 ദിവസത്തേക്ക് അടച്ചേക്കുന്ന കാരണം കൊണ്ട് ഇച്ചിരി തിരക്ക് കുറവാണ് കേട്ടോ. ഇപ്പം എല്ലാ വർഷവും നമ്മുടെ ഇവിടെ SNDP ശാഖ ഉണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ കൂടെ ഒന്നിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ കുടുംബത്തിലുള്ളവർ മാത്രമായിട്ട് ഒറ്റയ്ക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം. അതിൻ്റെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ തന്നെ നമ്മളൊരു 6-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ശിവഗിരി വന്നിട്ടുണ്ട്. വളരെ രസമാണ് കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യമായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്നാലും ഒത്തിരി ഉന്തും തള്ളും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് നല്ലപോലെ തൊഴാനൊക്കെ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ശാരദാമഠമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ശ്രീകുട്ടിക്ക് ചോറ് കൊടുത്തതൊക്കെ ഇവിടെയാണ്. അവൾക്ക് 19 വയസ്സുണ്ട്. ഈ 19 വർഷം അവൾ ഇവിടെ തീർത്ഥാടനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വർഷം പോലും മുടങ്ങാതെ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അല്ലാതെയും വന്നിട്ടുണ്ട്. അവിടെ ഒരു 10-22 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ അവിടെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ മേളിലോട്ടൊക്കെ തൊഴാനായിട്ട് പോവാണ്. വളരെ നല്ലൊരു രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഇത് ഗുരുദേവനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലും അതുപോലെ തന്നെ കസേരകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാ വർഷവും പിന്നെ ആദ്യമേ ഒന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ വർഷമാകുമ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് പോകണമെന്ന് മനസ്സിലങ്ങനെ തോന്നും. അങ്ങനെ നമ്മൾ എല്ലാ വർഷവും അങ്ങനെ വരാൻ പറ്റുമ്പോഴൊക്കെ വരും. അപ്പം വേണ്ട ഇത് അതേപോലെ തന്നെ ഗുരുദേവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റിക്ഷ വണ്ടി, പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കസേരകൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ അതേപോലെ തന്നെ നല്ലപോലെ പെയിൻറ്റുമൊക്കെ അടിച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ഗുരുദേവൻ്റെ ആദ്യത്തെ ശിഷ്യന് ബോധാനന്ദ സ്വാമിയുടെ സമാധി മണ്ഡപമാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുദേവൻ്റെ ആദ്യത്തെ ശിഷ്യനാണ്. അതുപോലെ തന്നെ മരണമടയുന്നത് ഇതുപോലെ തന്നെ ഗുരുദേവൻ മരിച്ചത് കന്നി 5-നും ബോധാനന്ദ സ്വാമി മരിക്കുന്ന കന്നി 9-നുമാണ്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ ഗുരുദേവൻ്റെ സമാധി മണ്ഡപത്തിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ നേരത്തെ ഒരു 31-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഈ സ്ഥലത്ത് നമുക്ക് ഇത്രയും സ്പീഡിൽ നടന്നു പോകാനൊന്നും പറ്റത്തില്ല. ആൾക്കാരുടെ ക്യൂ നിന്ന് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുന്ന അവരിതേപോലെ ഓരോ ശാഖയിൽ നിന്നും ഇങ്ങനെ കാൽനടയായിട്ട്, അതായത് പദയാത്രയായിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മുടെ ശാഖയിൽ നിന്നും പോയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അവർ വന്ന സമയത്താണ് കേട്ടോ നമ്മളിവിടെ ചെല്ലുന്നത്. അപ്പോൾ അതേണ്ട ഗുരുദേവൻ്റെ ഇതുപോലെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഇങ്ങനെ റിക്ഷ വണ്ടി വരെ അതിങ്ങനെ കാൽനടയായിട്ട് വന്നവർ കൊണ്ടുവന്നതാണ്. അപ്പം അവർ വന്ന സമയത്താണ് നമ്മൾ വന്ന് കയറുന്നത്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അത്ര വലിയ ക്യൂവും കാര്യവുമില്ല, ചെറിയൊരു ക്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് നല്ലപോലെ തൊഴാനൊക്കെ പറ്റി. എല്ലാ വർഷവും പോകുന്ന പോലെ എല്ലാ വർഷവും ഇടിച്ച് നിന്നാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറുന്നത്, നട കയറുന്നതൊക്കെ. പക്ഷെ നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ തൊഴാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തൊഴുതിട്ടൊക്കെ വന്നത് ദേവ് ഈ മണ്ണിലിരുന്ന് എല്ലാ വർഷവും വരുമ്പോൾ ഈ മണ്ണിലിരുന്ന് ഇതുപോലെ കളിക്കും കേട്ടോ. ശ്രീകുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ഇതേപോലെ ഈ മണ്ണിൻ്റെ ഇവിടെ വന്ന് നമ്മൾ കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് അവർ ഇതേപോലെ മണ്ണിനകത്ത് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം ദേവ് എന്താണ് ഒരു ആഗ്രഹം പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് മണ്ണൊരു ചെറിയ പേപ്പറിനകത്ത് ആക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ പിന്നെ അവൾക്ക് അതിൽ എഴുതി പഠിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യാക്ഷരമൊക്കെ എഴുതത്തില്ലേ ഇങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ട്, അതേപോലെ എഴുതണമെന്നൊക്കെ കൊണ്ട് കുറച്ച് മണ്ണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുതിട്ടൊക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഗുരുപൂജയൊക്കെ ചെയ്ത് ഇനി നമുക്കിവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പം ശിവരി വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരം നമ്മളിവിടുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പം 30-ാം തീയതി ഇല്ല 31-ാം തീയതിയൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഭയങ്കര ക്യൂ ആയിരിക്കും. ഏത് കൗണ്ടറിൽ ചെന്നാലും നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരും.
അപ്പം ഇന്ന് ഇതേപോലെ നമുക്ക് ഒത്തിരി ക്യൂ നിൽക്കേണ്ടതൊന്നും വന്നില്ല, ഇതേപോലെ നടന്നങ്ങ് പോകാം. അതെ, ഞങ്ങൾ ചോറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതേ സാമ്പാർ, പിന്നെ അതുപോലെ അവിയലുണ്ട്, പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെയും പ്രത്യേകത പോലെ നെല്ലിക്ക അച്ചാർ എപ്പോഴും ഉണ്ട് കേട്ടോ, എല്ലാ പ്രാവശ്യം വരുമ്പം. ഇനിയിപ്പം അന്ന് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഇനി അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പോൾ സുമനും സുഭാഷനും കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. അപ്പം ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി വന്നു. ഇനി അവർ പോയി തൊഴുതിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുന്നിടം വരെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അവരും കൂടെ വന്നിട്ട് വേണം ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്, പാട്ടും ആൾക്കാരും ഈ ലൈറ്റ് കേട്ടോ, നല്ലൊരു രസമാണ് കേട്ടോ. നമുക്കൊരു ഉത്സവപ്പറമ്പിൽ വന്ന പോലെ എപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ. അപ്പോൾ അതേ സുമനൊക്കെ ചോറിനിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം. അപ്പോൾ പിള്ളേരുടെ ഉദ്ദേശം അതായിരിക്കുമല്ലോ, നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന നമ്മൾ സ്ഥലങ്ങൾ കാണുന്നതിലും അമ്പലത്തിൽ കയറുന്നതിലും ഒന്നും അല്ലല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചു കൊടുക്കണം. അവർക്ക് പ്രത്യേക അവർക്ക് വേണ്ട ഷോപ്പിംഗ് ആണ് കേട്ടോ. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അവർ നടക്കും. ദേവുവിന് പിന്നെ ഓരോ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മാറി ഓരോ സാധനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ശ്രീകുട്ടിക്ക് പിന്നെ അങ്ങനെയൊന്നും വേണ്ട, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ അകത്ത് നല്ല രസമായിട്ട്, അവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ശീരിയിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത ദിവസം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.